ഹായ് ഗൈസ്, മൈ നെയിം ഈസ് രാജ് ആൻഡ് വെൽക്കം ടു HIV സീരീസ് പാർട്ട് 2. പാർട്ട് 1 നമ്മൾ മോർഫോളജി, HIV ജീൻസ്, അവരുടെ ആൻറ്റിജൻസിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തായിരുന്നു. ഈ പാർട്ട് 2 വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് 3 തിങ്സ്. ഫസ്റ്റ് വൺ ഈസ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ദെൻ പത്തോജനസിസ് ഓഫ് HIV വൈറസ് ആൻഡ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയാൻ നേരത്ത് ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻറ്റ് അവരുടെ റിസർവോയറിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റിൽ നിന്നും മറ്റൊരു സസെപ്റ്റബിൾ ഹോസ്റ്റിലോട്ട് സ്പ്രെഡ് ആവാൻ ഉപയോഗിക്കുന്ന വഴികളെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. HIV കേസിൽ 5ഓളം മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ഉണ്ട്. അതിൽ നമ്പർ 1 മോസ്റ്റ് കോമൺ വേൾഡ് വൈഡ് ആയിട്ടുള്ളത് സെക്ഷൽ ട്രാൻസ്മിഷനാണ്. അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോൺടാക്റ്റ് കാരണമായിരിക്കും ഇതുണ്ടാവുന്നത്. പൊതുവേ ഹോമോസെക്ഷൽസിലും ഹെട്രോസെക്ഷൽസിലും ഇത് കാണപ്പെടാറുണ്ട്. ഹോമോസെക്ഷൽസ് ആണെങ്കിൽ ഹയർ റിസ്ക് എന്ന് പറയുമ്പോൾ ഏനൽ ഇൻ്റർകോഴ്സ് വരികയാണ്. പിന്നെ ഈ ഒരു പടം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. മോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ മോഡ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പടം കണ്ടാൽ എല്ലാം മനസ്സിലാവും. പിന്നെ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് വൈറസ് മ്യൂക്കോസൽ സർഫസ് വഴി അല്ലെങ്കിൽ മൈക്രോ ടിയേഴ്സ് ഉണ്ടാവും ജെനിറ്റൽ ഏരിയയിൽ. അതുവഴിയായിരിക്കും വൈറസ് എൻ്റർ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വഴിയായിരിക്കും ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത്. 95% റിസ്ക്കാണ് ഈ ഒരു ട്രാൻസ്മിഷൻ ഉള്ളത്. മറ്റേ സെക്ഷൽ റൂട്ടിലാണെങ്കിൽ 1% സാധ്യതയുള്ളൂ. അതായത് സെക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്നും അൺഇൻഫെക്റ്റഡ് പേഴ്സണിലോട്ട് വൈറസ് സ്പ്രെഡ് ആവാൻ വെറും 1% ചാൻസേ ഉള്ളൂ. ഇതിപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണെങ്കിൽ ഇൻഫെക്റ്റഡ് ബ്ലഡ് നമ്മുടെ ബോഡിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ 95% നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്ലഡ് ബാങ്കിലൊക്കെ HIV സ്ക്രീനിങ് മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത്. ദ തേർഡ് മോഡ് ഈസ് പേരൻ്ററൽ അല്ലെങ്കിൽ പെർക്യൂട്ടേനിയസ് റൂട്ട്. അതായത് സ്കിന്നിലുണ്ടാകുന്ന ബ്രീച്ചസ് വഴി ആയിരിക്കും വൈറസ് എൻ്റർ ചെയ്യുന്നത്. ആ ബ്രീച്ച് ഉണ്ടാകുന്നത് ചിലപ്പോൾ നീഡിൽ പ്രിക്ക് വഴിയാകാം, ഡ്രഗ് അബ്യൂസ് വഴിയാകാം, ടാറ്റൂയിങ് അല്ലെങ്കിൽ റേസർ ഷാർപ്പണിങ് വഴിയാകാം. അപ്പോൾ സ്കിൻ ബാരിയറിനെ ബൈപ്പാസ് ചെയ്യുന്ന എന്തും ഒരു റിസ്ക്കാണ്. ഇഫ് ആ ബാരിയറിനെ ബൈപ്പാസ് ചെയ്യുന്ന മെറ്റീരിയൽ ഹാസ് ഇൻഫെക്റ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ വൈറസ് ഇൻ ഇറ്റ്. 4ാമത്തെ റൂട്ട് എന്ന് പറയുമ്പോൾ പെരിനേറ്റൽ റൂട്ടാണ്. അതായത് അമ്മയിൽ നിന്നും ചൈൽഡിലോട്ട്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ഒക്കറേ എന്നത് ചിലപ്പോൾ പ്രഗ്നൻസി ഉള്ള ടൈമിൽ ഒക്കർ ചെയ്യാം, അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് ഒക്കർ ചെയ്യാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്തും വൈറസ് സ്പ്രെഡ് ആവാം അമ്മയിൽ നിന്നും കൊച്ചിലോട്ട്. നമുക്ക് ഈ ഒരു ട്രാൻസ്മിഷൻ ഒരു പരിധി വരെ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ദ ഫിഫ്ത്ത് ആൻഡ് ദ ലാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് ടിഷ്യൂ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഇത് റെയർ ആണ്, ബട്ട് നമ്മുടെ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ HIV പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത 50 to 90% ആണ് കേട്ടോ. ലാസ്റ്റായിട്ട് HIV എന്ന് പറയാൻ നേരത്ത് ബ്ലഡിൽ മാത്രമല്ല കാണപ്പെടുന്നത്, വേറെ പല ബോഡി ഫ്ലൂയിഡ്സിലും കാണപ്പെടാറുണ്ട്. ബട്ട് ഏറ്റവും കൂടുതൽ വൈറസ് ഉള്ള ബോഡി ഫ്ലൂയിഡ് ഏതാണോ അത് ആയിട്ട് കോൺടാക്റ്റ് വരുമ്പോഴായിരിക്കും ഈ ഒരു ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ആവാൻ കൂടുതലും ചാൻസ്. ബ്ലഡിനാണ് ഏറ്റവും കൂടുതൽ വൈറൽ ലോഡ് ഉള്ളത്. സോ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ബ്ലഡുമായിട്ട് കോൺടാക്റ്റ് വരാൻ നേരത്താണ്. അത് കഴിഞ്ഞാൽ ജെനിറ്റൽ സെക്രീഷൻസ്, അതായത് ഉദാഹരണം സെമൻ, അത് കഴിഞ്ഞാൽ CSF, അത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക്, അതും കഴിഞ്ഞാലും സലൈവേ ഉള്ളൂ. ഹയർ റിസ്ക് എപ്പോഴും ബ്ലഡിനാണ്, നെഗ്ലിജിബിൾ ആയിട്ടുള്ള ലോവർ റിസ്ക് എപ്പോഴും സലൈവക്കാണ്. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് പത്തോജനസിസ് ഓഫ് HIV ഇൻഫെക്ഷൻ. ടോട്ടൽ 5 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എൻട്രി, അതായത് വൈറസ് ഹോസ്റ്റ് സെല്ലിനകത്തോട്ട് കയറുന്നു. ബാക്കി 2, 3, 4, 5ാമത്തെ സ്റ്റെപ്പിലും പറയുന്നത് ഈ ഹോസ്റ്റ് സെല്ലിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഈ വൈറസ് ഹോസ്റ്റ് സെല്ലിനകത്തോട്ട് കയറണമെങ്കിൽ തന്നെ 2 സ്റ്റെപ്പുകൾ ആവശ്യമാണ്. ഒന്ന് അറ്റാച്ച്മെൻറ്റ്, മറ്റൊന്ന് ഫ്യൂഷൻ. ഈ അറ്റാച്ച്മെൻറ്റിൽ തന്നെ 2ഓളം ബൈൻഡിങ്സ് വരുന്നുണ്ട് ഈ വൈറൽ സെല്ലും ഹോസ്റ്റ് സെല്ലുമായിട്ട്. ഈ വൈറൽ സെല്ലിൻ്റെ എൻവലപ്പിലുള്ള ഗ്ലൈക്കോപ്രോട്ടീൻ 120 എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻ ഹോസ്റ്റ് സെല്ലിൻ്റെ സർഫസിലുള്ള 2ഓളം റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. ഈ ആദ്യത്തെ ബൈൻഡിങ് എന്ന് പറയാൻ നേരത്ത് CD4 റിസപ്റ്ററുമായിട്ടായിരിക്കും ബൈൻഡിങ് നടക്കുന്നത്. സോ ഈ HIV എന്ന് പറയുന്ന വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്ന ഹോസ്റ്റ് സെല്ലിൽ CD4 റിസപ്റ്റർ ഉണ്ടായിരിക്കണം. CD4 പോസിറ്റീവ് ആയിട്ടുള്ള സെല്ലുകളിൽ മാത്രം ഇവർ ഇൻഫെക്റ്റ് ചെയ്യത്തുള്ളൂ. ഇതാണ് ഇനിഷ്യൽ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ഒരു കോ റിസപ്റ്ററായിട്ടും കൂടി ഇവർ ബൈൻഡ് ചെയ്യും. കോ റിസപ്റ്ററായിട്ടും കൂടി ബൈൻഡ് ചെയ്താൽ മാത്രം ഈ അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഫ്യൂഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് നടക്കത്തുള്ളൂ. ഫ്യൂഷന് സഹായിക്കുന്ന പ്രോട്ടീൻ ഗ്ലൈക്കോപ്രോട്ടീനാണ് GP41 എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ഒരു GP41 ആക്ടിവേറ്റ് ആവണമെങ്കിൽ ഈ ഒരു കോ റിസപ്റ്റർ ബൈൻഡിങ് നടന്നിരിക്കണം. ഓരോ സെല്ലിനും ഓരോ ടൈപ്പ് കോ റിസപ്റ്റർ ആയിരിക്കും. ഇൻ കേസ് ഓഫ് T ലിംഫോസൈറ്റ് ആണെങ്കിൽ CXCR4 ആണ് അവരുടെ കോ റിസപ്റ്റർ. ഇൻ കേസ് ഓഫ് മാക്രോഫേജ് ആണെങ്കിൽ CCR5 ആണ് അവരുടെ കോ റിസപ്റ്ററായിട്ട് വരുന്നത്. പിന്നെ ഈ CD4 എന്ന് പറയുന്ന റിസപ്റ്റർ എന്ന് പറയുമ്പോൾ ഹെൽപ്പർ T സെൽസിൽ കാണും, മാക്രോഫേജസിൽ കാണും, മോണോസൈറ്റ്സിൽ കാണും, ലാംഗർഹാൻസ് സെൽസിൽ കാണും. അങ്ങനെ പല ടൈപ്പ് സെല്ലുകളിലും കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈമറി റിസപ്റ്റർ ആയിട്ടുള്ള CD4 പിന്നെ കോ റിസപ്റ്ററുമായിട്ടും ഈ രണ്ടുമായിട്ടും ബൈൻഡിങ് നടന്നാൽ മാത്രം അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഈ 2 ബൈൻഡിങ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൈക്കോപ്രോട്ടീൻ 41 എന്ന് പറയുന്ന ആ ഒരു ആൻറ്റിജൻ എക്സ്പോസ്ഡ് ആവും. അതിനുശേഷം ഇവർ ഹോസ്റ്റ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഹോസ്റ്റ് സെല്ലിൻ്റെ സെൽ മെംബ്രെയിനും നമ്മുടെ വൈറൽ എൻവലപ്പും കൂടെ ഫ്യൂഷൻ നടക്കും. ഈ ഫ്യൂഷൻ നടന്നു കഴിക്കാൻ നേരത്ത് ഈ വൈറസിൻ്റെ അകത്തുള്ള RNA, വൈറൽ RNAയും വൈറസിൻ്റെ അകത്തുള്ള എൻസൈംസ്, 2-3ഓളം എൻസൈംസ് ഉണ്ടല്ലോ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, ഇൻറ്റഗ്രേസ്, പ്രോട്ടീസ്, അങ്ങനെയുള്ള പല എൻസൈമുകളും ഹോസ്റ്റ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്തോട്ട് കയറും. നോട്ട് സൈറ്റോപ്ലാസത്തിൻ്റെ അകത്തോട്ടാണ് കയറുന്നത്, ന്യൂക്ലിയസിനകത്തോട്ട് കയറിയിട്ടില്ല, സൈറ്റോപ്ലാസത്തിനകത്തോട്ട് കയറും.
ഇതാണ് ആ എൻട്രി എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നടക്കുന്നത്. അറ്റാച്ച്മെൻറ്റും ഫ്യൂഷനും ഇവിടെ കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഹോസ്റ്റ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്ത് വെച്ചിട്ട് വൈറസിൻ്റെ സിംഗിൾ സ്ട്രാൻഡഡ് വൈറൽ ആർഎൻഎനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം, അതൊരു വൈറൽ എൻസൈമാണ്, ഇപ്പോൾ സൈറ്റോപ്ലാസത്തോട് കയറിയുള്ളൂ. ഇവർ ഈ സിംഗിൾ സ്ട്രാൻഡഡ് വൈറൽ ആർഎൻഎനെ ഡബിൾ സ്ട്രാൻഡഡ് DNA ആക്കി മാറ്റും. ഇതിപ്പോൾ DNA ആയല്ലോ. അടുത്തത് ഈ ഇൻ്റഗ്രേസ് എന്ന് പറയുന്ന എൻസൈം കൂടെ കയറിയായിരുന്നു. ഈ ഇൻ്റഗ്രേസ് ഈ വൈറൽ DNAനെ നമ്മുടെ ഹോസ്റ്റ് സെല്ലിൻ്റെ ജിനോമിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഹോസ്റ്റ് സെല്ലിൻ്റെ ജിനോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ വൈറൽ DNAനെ വിളിക്കുന്ന പേരാണ് പ്രോ വൈറസ് എന്ന്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ നേരത്ത് പ്രോട്ടിയോലൈറ്റിക് ക്ലീവേജ് ബൈ പ്രോട്ടിയേസ് ആണ്. ഈ ഒരു സ്റ്റെപ്പിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. നമ്മൾ നേരത്തെ പ്രോ വൈറൽ DNA കുറിച്ച് പഠിച്ചായിരുന്നു. ഈ പ്രോ വൈറൽ DNA ഹോസ്റ്റിൻ്റെ ജിനോം പോലെ തന്നെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹോസ്റ്റിൻ്റെ സെല്ലിനകത്തുള്ള RNA പോളിമറൈസ് 2 എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് ആ ഒരു DNA ഈ mRNA പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു സ്റ്റെപ്പിനാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ mRNA ഉപയോഗിച്ചുകൊണ്ട് വൈറൽ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഈ ഒരു സ്റ്റെപ്പിനെ ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഈ പ്രോട്ടീൻസ് എല്ലാം കൂടി ഈ ഹോസ്റ്റ് സെല്ലിൻ്റെ സെൽ മെംബ്രെയിന് തൊട്ട് താഴെ വന്നിട്ട് അസംബിൾ ചെയ്യും. അസംബ്ലി പോയിന്റിൽ ഈ ഒരു പ്രോട്ടീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വൈറൽ RNAs, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഗ്യാഗ് ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസ്, പോൾജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസ്, ENV ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് HIV ജീൻസ് ഏതൊക്കെയാണ്, ഓരോ ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ഓരോ ജീൻസ് കോഡ് ചെയ്യുന്ന ഏതൊക്കെ പ്രോട്ടീൻസിനെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പോയി കാണുകയാണ്, ഇത്രയും കൂടെ നന്നായിട്ട് ക്ലാരിറ്റി കിട്ടും. സോ ഈ ട്രാൻസ്ലേഷൻ കഴിയാൻ നേരത്ത് കുറേ പ്രോട്ടീൻസും വൈറൽ RNA ഒക്കെ പ്രൊഡ്യൂസ് ആക്കപ്പെടും. ഈ പ്രോട്ടീൻസൊക്കെ ഇമ്മച്ചുവർ ആയിരിക്കും. ഇവരെല്ലാവരും കൂടെ പോയിട്ട് നമ്മുടെ ഹോസ്റ്റ് സെൽ മെംബ്രെയിന് തൊട്ട് താഴെ അസംബ്ലി പോയിന്റ് എന്ന് പറഞ്ഞൊരു ഏരിയ കാണും. അവിടെ വന്നിട്ട് ഒരു വൈറസിനകത്ത് എങ്ങനെയൊക്കെയാണോ ഈ പ്രോട്ടീൻസും RNAയും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ ഇവരും അറേഞ്ച് ചെയ്തിങ്ങനെ നിൽക്കും. എന്നിട്ട് ഹോസ്റ്റ് സെല്ലിന് പുറത്തോട്ട് ബഡ്ഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി റിലീസ് ആക്കപ്പെടും. എന്നിട്ടാണ് ഇവർ പോയിട്ട് ബാക്കി ഹോസ്റ്റ് സെല്ലുകളെല്ലാം ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ ഒരു കാര്യം കൂടി നടന്നാൽ മാത്രം ഈ ഇമ്മച്ചുവർ വിറോൺസിനെ ബാക്കിയുള്ള ഹോസ്റ്റ് സെല്ലുകളെ പോയിട്ട് ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം മെച്യൂറേഷൻ ആണ്. മെച്യൂറേഷൻ ഓഫ് ദ ഇമ്മച്ചുവർ പ്രോട്ടീൻസ്. ഈ ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് റിലീസ് ആക്കപ്പെടുന്ന പ്രോട്ടീൻസ് എല്ലാം മോസ്റ്റ്ലി ഇമ്മച്ചുവർ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ആക്ടിവേഷൻ നടക്കണമെങ്കിൽ, ഇവർ മെച്യൂർ ആവണമെങ്കിൽ കുറേ ക്ലീവേജുകൾ നടക്കണം. ഇപ്പോൾ പ്രൊഡ്യൂസ് ആയിരിക്കുന്നതെല്ലാം ഭയങ്കര ലോങ് ചെയിനൊക്കെ ഉള്ള പ്രോട്ടീൻസ് ആയിരിക്കും. കുറേ ക്ലീവേജുകൾ നടന്നാൽ മാത്രം, കട്ടിങ്സ് ഒക്കെ നടന്നാൽ മാത്രം ഇവരുടെ ആക്റ്റീവ് സൈറ്റൊക്കെ എക്സ്പോസ് ആയിട്ട് അവർ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് ഈ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഇത് ഈ ഇമ്മച്ചുവർ ആയിട്ടുള്ള വൈറോണിൽ ഈ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം ഇനാക്ടിവേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇവർ ഈ ഒരു ബഡ്ഡിങ് നടന്നു കഴിയാൻ നേരത്ത് ഇവർ ഓട്ടോ ആക്ടിവേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീവേജ് നടത്തും. എന്നിട്ട് നമ്മുടെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ലോങ് ഗ്യാഗ് ആൻഡ് ഗ്യാഗ് പോൾ പോളിപ്രോട്ടീൻസിനെ മെച്ചുവർ ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് വൈറോൺ ആക്കി മാറ്റും ഈ ഒരു ഹോസ്റ്റ് സെല്ലിൽ നിന്ന് ബഡ്ഡിങ് നടക്കുന്ന ടൈമിൽ. ഇപ്പോൾ ഈ ഗ്യാഗും ഗ്യാഗ് പോളിപ്രോട്ടീൻസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് മനസ്സിലാവത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്ക്. എന്നിട്ട് ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇമ്മച്ചുവർ ആയിട്ടുള്ള വൈറോൺസിനെ മെച്ചുവറും ഇൻഫെക്ഷ്യസും ആയിട്ടുള്ള വൈറോൺസ് ആക്കി മാറ്റും ബഡ്ഡിങ്ങിൻ്റെ ടൈമിൽ. മുന്നത്തെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് അത്ര നല്ലതായിരിക്കും. മോർഫോളജിനെ പറ്റി നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 4 സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് വിച്ച് ഈസ് ഇമ്മ്യൂണോ പാത്തോജനസിസ്. ഇമ്മ്യൂണോ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇമ്മ്യൂൺ സെൽസിന് എങ്ങനെയാണ് ഈ HIV വൈറസ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതെന്നാണ് ഇമ്മ്യൂണോ പാത്തോജനസിസ് പറയുന്നത്. ഞാൻ ബഡ്ഡിങ് വഴിയാണ് ഈ ഇമ്മച്ചുവർ ആയിട്ടുള്ള വൈറോൺസ് മെച്ചുവർ ആയിട്ട് പുറത്തോട്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബഡ്ഡിങ് കാരണം നമ്മുടെ ഹോസ്റ്റ് സെൽ മെംബ്രെയിൻ ഡിസ്റപ്റ്റ് ആവും. അങ്ങനെ സെല്ല് ചാവും. ഈ സെല്ല് ചത്ത് കഴിയാൻ നേരത്ത് ഇഷ്ടംപോലെ ഈ വൈറോണുകളെ പുറത്തോട്ട് റിലീസ് ചെയ്യും. അതിനൊപ്പം തന്നെ സെല്ല് ചാവുന്നതിൻ്റെ ഒപ്പം തന്നെ കുറേ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സൈറ്റോകൈൻസിനെയും ഇവർ പുറത്തോട്ട് റിലീസ് ചെയ്യും. ഈ സൈറ്റോകൈൻസ് എന്ന് പറയുന്ന നേരത്തൊരു സിഗ്നൽ പോലെയാണ്. ഈ സൈറ്റോകൈൻസ് ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്നായിരിക്കും റിലീസ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ അടുത്തുള്ള ഇമ്മ്യൂൺ സെൽസുകളും മറ്റ് മാക്രോഫേജുകളൊക്കെ മനസ്സിലാവും ഇവിടെ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് സെല്ലുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിനെ ക്ലീൻ ആക്കാനും നശിപ്പിക്കാനൊക്കെ ആയിട്ട് ഇവരെല്ലാം കൂടി ഓടി വരും. ഈ ഓടി വന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ CD4 പോസിറ്റീവ് ആയിട്ടുള്ള T സെല്ലും കാണും. അപ്പോൾ എന്താ ഇപ്പോൾ സുഖമായില്ലേ? ഈ ന്യൂലി റിലീസ്ഡ് ആയിട്ടുള്ള മെച്ചുവർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വിറോൺസ് ഉടനെ പോയിട്ട് ഈ CD4 പോസിറ്റീവ് ആയിട്ടുള്ള T സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെപ്ലിക്കേഷൻ നടന്ന കുറേ വിറോൺസ് റിലീസാവും. അവർ CD4 പോസിറ്റീവ് സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. ഈ ഒരു കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ക്രോണിക് ഇമ്മ്യൂൺ ആക്ടിവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇഷ്ടംപോലെ സൈറ്റോകൈൻസ് റിലീസായി. അപ്പോൾ അതിനെതിരെ ഇഷ്ടംപോലെ ഇമ്മ്യൂൺ സെൽസ് സൈറ്റോകൈൻസുമായിട്ട് അട്രാക്റ്റ് ആയിട്ട് ആ ഒരു ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് സെല്ലിന് അടുത്തോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് നമ്മുടെ ഈ CD4 പോസിറ്റീവ് ആയിട്ടുള്ള T സെൽസിൻ്റെയൊക്കെ ഫങ്ഷൻ നഷ്ടപ്പെടുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ സൈറ്റ് എക്സോസ്റ്റഡ് ആവുന്നു. പിന്നെ ഈ സൈറ്റോകൈൻസ് കുറേ ഒരേ ടൈമിൽ റിലീസ് ആവാൻ നേരത്ത് നമ്മുടെ ടിഷ്യൂസിനെ ഓർഗൻസിനെയൊക്കെ ഡാമേജ് ചെയ്യുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു. സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ CD4 പോസിറ്റീവ് ആയിട്ടുള്ള T സെൽസ് ഡിപ്ലീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സെൽസൊക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. വിച്ച് ലീഡ്സ് ടു ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, അതായത് അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം വിച്ച് ഈസ് എയ്ഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിന് എയ്ഡ്സ് ഉണ്ടാവാൻ കാരണം എന്ന് പറയാൻ നേരത്ത് CD4 പോസിറ്റീവ് ആയിട്ടുള്ള T സെൽസിന് കുറച്ച് ഫങ്ഷനുകളുണ്ട്. അപ്പോൾ CD4 പോസിറ്റീവ് ആയിട്ടുള്ള T സെൽസ് കുറയാൻ നേരത്ത് ഈ ഫങ്ഷനുകളും കുറയും. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ CD4 പോസിറ്റീവ് ആയിട്ടുള്ള T സെൽസാണ് നമ്മുടെ CD8 പോസിറ്റീവ് ആയിട്ടുള്ള സൈറ്റോടോക്സിക് T സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. മറ്റൊരു ഫങ്ഷൻ, ഇവർ നമ്മുടെ B സെൽസിനെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു.
മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ആയിട്ടുള്ള ഈ ഡെൻഡ്രൈറ്റിക് സെൽസും മാക്രോഫേജസൊക്കെ ആൻറ്റിജൻ ഇവരുടെ അടുക്കൽ കൊണ്ടുപോകും. എന്നിട്ട് ഈ CD4 പോസിറ്റീവ് ആയിട്ടുള്ള T സെൽസ് ഇവരെ റെക്കഗ്നൈസ് ചെയ്യും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് മാക്രോഫേജ് ആണെങ്കിൽ അതിനെ ഫാഗോസൈറ്റോസ് ചെയ്യിപ്പിക്കും ഈ ആൻറ്റിജനെ. അല്ലെങ്കിൽ ഇൻ കേസ് ഡെൻഡ്രൈറ്റിക് സെല്ലാണെങ്കിൽ ഇത് HIV ആൻറ്റിജൻ ആണ്, അങ്ങനെയെങ്കിൽ സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യിപ്പിക്കും ഡെൻഡ്രൈറ്റിക് സെൽസിൽ നിന്നും. അപ്പോൾ അടുത്തുള്ള ഇമ്മ്യൂൺ സെൽസുകളെല്ലാം ഓടി ഈ ഒരു ആൻറ്റിജൻ അടുത്തോട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് HIV ഇൻഫെക്ഷൻ. 5ഓളം സ്റ്റേജുകളാണ്. 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എയ്ഡ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്ന നേരത്ത് അക്യൂട്ട് HIV എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. അക്യൂട്ട് റിട്രോവൈറൽ സിൻഡ്രോം എന്ന് കൂടി ഈ സ്റ്റേജിനെ വിളിക്കും. വൈറസ് നമ്മുടെ ബോഡി കയറി 2ാമത്തെ ആഴ്ച തൊട്ട് 4ാമത്തെ ആഴ്ച വരെ ആയിരിക്കും ഈ ഒരു സ്റ്റേജ് പൊതുവെ ലാസ്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ റാപ്പിഡായിട്ട് CD4 T സെൽസ് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ബോഡിയിലൊരു ഗ്രേറ്റർ ദാൻ 500 CD4 പോസിറ്റീവ് T സെൽസ് പെർ mm³ കാണപ്പെടാറുണ്ട്. പിന്നെ പ്ലാസ്മയിൽ വൈറൽ ലോഡ് വളരെ കൂടുതലായിരിക്കും. ഇവിടെ കാണപ്പെടുന്ന സിംറ്റംസ് എന്നൊക്കെ പറയാൻ നേരത്ത് ഫീവർ, മലൈസ്, ഫെറ്റീഗ്, ഫാറിഞ്ചൈറ്റിസ്, ഹെഡേക്ക്, ലിംഫഡിനോപ്പതിയൊക്കെ കാണപ്പെടും. 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അസിംറ്റമാറ്റിക് സ്റ്റേജാണ്. ഇവിടെ ക്ലിനിക്കൽ ലാറ്റൻസി ആയിരിക്കും കാണപ്പെടുന്നത്. ക്ലിനിക്കൽ എന്നുകൊണ്ട് പറയുന്നത് ഈ സിംറ്റംസ് ആണ്. ലാറ്റൻസി എന്ന് പറയാൻ നേരത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുക. സോ ഇവിടെ പുറമെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും കാണപ്പെടത്തില്ല. HIV ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള, അതായത് ഈ പനിയോ മലൈസോ ഫാറ്റീഗോ ഫാറിഞ്ചൈറ്റിസോ ഹെഡേക്കോ അതൊന്നും പൊതുവെ കാണപ്പെടത്തില്ല. ഈ ഒരു സ്റ്റേജ് ഇപ്പോൾ വൈറസ് നമ്മുടെ ബോഡിക്കകത്ത് കയറിയിട്ട് മാസങ്ങൾ തൊട്ട് വർഷങ്ങൾ വരെ ലാസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ എന്തോരം നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം ആയിരിക്കും. അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ CD8 പോസിറ്റീവ് ആയിട്ടുള്ള T സെൽസ് ആണ്. ഇവരായിരിക്കും നമ്മുടെ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റ് സെല്ലുകളെല്ലാം കൊല്ലുന്നത്. പിന്നെ ആൻറ്റിബോഡി മീഡിയേറ്റഡ്, അതായത് ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് വിച്ച് ഈസ് പ്രൊവൈഡ് ബൈ B സെൽസ്. ഇവർ നമ്മുടെ ഗ്ലൈക്കോപ്രോട്ടീൻ 120-ക്കെതിരായിട്ടുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ആൻറ്റിബോഡി വന്നിട്ട് ഈ കാണുന്ന ആൻറ്റിജനൊക്കെ ന്യൂട്രലൈസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഫ്രീ ആയിട്ട് പ്ലാസ്മയിൽ കൂടി നടക്കുന്ന വൈറസുകളെ മാത്രമേ അപ്പോൾ ഇവർക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ആൻറ്റിബോഡിയാണ്. ഇവർ സെല്ലിന് അകത്തോട്ട് പോയി ആക്ട് ചെയ്യത്തില്ല. ഫ്രീ വൈറസുകളായിട്ട് ഇവർ ന്യൂട്രലൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 2 ആൾക്കാർ, അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും നമ്മുടെ ബോഡിയിൽ സ്ട്രോങ് ആണെങ്കിൽ നമുക്കൊരു 10 വർഷം വരെയൊക്കെ ഈ ഒരു ഡിസീസിൻ്റെ പ്രോഗ്രഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റെന്തെങ്കിലും അസുഖമൊക്കെ കൊണ്ട് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി വളരെ വീക്ക് ആണെങ്കിൽ ഈ ഡിസീസ് പ്രോഗ്രഷൻ ടു എയ്ഡ്സ് വളരെ പെട്ടെന്നായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ഡിസീസ് പ്രോഗ്രഷൻ വളരെ സ്ലോ ആയിരിക്കും. CD4 പോസിറ്റീവ് T സെൽസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. വൈറീമിയം കുറവായിരിക്കും. പിന്നെ ഇവിടെ ഈ ലിംഫ് നോഡ്, മാക്രോഫേജ്, ഡെൻഡ്രൈറ്റിക് സെൽസൊക്കെ ഈ ഒരു വൈറസിൻ്റെ റിസർവോറായിട്ട് ആക്ട് ചെയ്യും. കാരണം ഈ ലിംഫ് നോഡിലോട്ടാണ് ഈ ഇമ്മ്യൂൺ സെല്ലുകളെല്ലാം പോകുന്നത്. പിന്നെ മാക്രോഫേജ് ആണെങ്കിൽ ഈ ഒരു വൈറസ് മാക്രോഫേജിനകത്ത് സ്ലോലി ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഓരോ സ്ഥലത്തും പോയിട്ട് ഈ പുതിയ പുതിയ വൈറോൺസിനെ റിലീസ് ആക്കുന്നതായിരിക്കും. ഇനി ഡെൻഡ്രൈറ്റിക് സെൽസ് ആണെങ്കിൽ ഈ വൈറസിൻ്റെ ആൻറ്റിജനെ പൊക്കി പിടിച്ചിട്ട് നമ്മുടെ CD4 പോസിറ്റീവ് T സെൽസിന് അടുത്തോട്ട് പോയിട്ട് അവിടെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് പെർസിസ്റ്റൻറ്റ് ജനറലൈസ് ലിംഫഡിനോപ്പതി. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ വൈറസിൻ്റെ റെപ്ലിക്കേഷനെതിരെ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് നടക്കുന്നുണ്ടെന്നാണ്. എന്നാൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് 3 മാസത്തേക്കെങ്കിലും നമ്മുടെ ബോഡിയിലെ മൾട്ടിപ്പിൾ ലിംനോടുള്ള സൈറ്റുകളിൽ അവിടെയുള്ള ലിംനോഡിന് ഒന്നോ ഒന്നിൽ കൂടുതലോ സെൻറ്റിമീറ്റർ എങ്കിലും ലിംനോഡിന് എൻലാർജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് ദ ഫോർത്ത് സ്റ്റേജ് ഈസ് സിംറ്റമാറ്റിക് HIV. നമ്മുടെ അസിംറ്റമാറ്റിക് സ്റ്റേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ സിംറ്റമാറ്റിക് സ്റ്റേജും വരുന്നതായിരിക്കും. ഇവിടുത്തെ പ്രത്യേകത CD4 പോസിറ്റീവ് ആയിട്ടുള്ള T സെൽസ് ലെസ് ദാൻ 500 പെർ mm³ കാണത്തുള്ളൂ. മറ്റേ അക്യൂട്ട് സ്റ്റേജിൽ, അതായത് ആദ്യത്തെ സ്റ്റേജിൽ ഗ്രേറ്റർ ദാൻ 500 ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വൈറൽ ലോഡ് കൂടുതലായിരിക്കും. നമ്മുടെ ആദ്യ സ്റ്റേജ് അക്യൂട്ട് HIVയിൽ പ്ലാസ്മ വൈറൽ ലോഡ് കൂടുതലായിരുന്നു. പിന്നെ അസിംറ്റമാറ്റിക് സ്റ്റേജ് ആയപ്പോൾ വൈറൽ ലോഡ് കുറഞ്ഞു. ഈ സിംറ്റമാറ്റിക് സ്റ്റേജിൽ വീണ്ടും വൈറൽ ലോഡ് കൂടുവാണ്. അപ്പോൾ ഇവിടുത്തെ സിംറ്റംസ് എന്നൊക്കെ പറയാൻ നേരത്ത് ഫീവർ കാണും, 1 മാസത്തോളം ഡയറിയ കാണും, വെയിറ്റ് ലോസ് കാണും, ഫെറ്റീഗ്, മലൈസ്, നൈറ്റ് സ്വെറ്റിങ്, ഓപ്പർച്യൂണിറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, എക്സാമ്പിളാണ് കാൻഡിഡിയാസിസിൽ കാണപ്പെടുന്ന ഓറൽ ത്രഷ്, അങ്ങനെയൊക്കെ. പിന്നെ 5th സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എയ്ഡ്സ് ആണ്, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. അപ്പോൾ ഇതിൽ നമ്മുടെ CD4 പോസിറ്റീവ് T സെൽസിൻ്റെ കൗണ്ട് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 200 പെർ മൈക്രോ ലിറ്റർ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, യൂണിറ്റ്സ് ഇവിടെ ലെസ് ദാൻ 200 പെർ മൈക്രോ ലിറ്റർ ആണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് 500 സെൽസ് പെർ mm³ എന്നാണ്. ഈ mm³ മൈക്രോ ലിറ്ററും സെയിം ആണ്, സെയിം യൂണിറ്റ് ആണ്, വ്യത്യാസമൊന്നുമില്ല. 1 സെൽ പെർ mm³ എന്ന് പറഞ്ഞാലും 1 സെൽ പെർ മൈക്രോ ലിറ്റർ എന്ന് പറഞ്ഞാലും സെയിം ആണ്, യൂണിറ്റ് വ്യത്യാസമൊന്നുമില്ല. സോ ആരും ഇവിടെ തെറ്റിദ്ധരിക്കേണ്ട. ഈ CD4 T സെൽസ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മുടെ CD8+ ആയിട്ടുള്ള സൈറ്റോടോക്സിക് T സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ ആ ഒരു CD4 പോസിറ്റീവ് ആയിട്ടുള്ള സൈറ്റോടോക്സിക് T സെൽസിൻ്റെ ആക്ടിവേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ സിവിയർ ആയിട്ടുള്ള ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ സിവിയർ ആയിട്ടുള്ള ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിലുള്ളതുകൊണ്ട് തന്നെ വേറെ പല ചെറിയ അസുഖങ്ങൾക്കും, അതായത് ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷനുകളൊക്കെ നമ്മളുണ്ടാവും. ഈ ഇൻഫെക്ഷനുകൾക്കൊക്കെ നമ്മൾ സസെപ്റ്റബിൾ ആവും. അതിന് ഉദാഹരണമാണ് ഈ ന്യൂമോസിസ്റ്റിസ് ജിറോവാസി ന്യൂമോണിയ, TB, സൈറ്റോമെഗാലോ വൈറസ് റെറ്റിനൈറ്റിസ്. അതുകൂടാണ്ട് ഇപ്പം മലിഗൻസീസൊക്കെ പെട്ടെന്ന് നമുക്കുണ്ടാവും. നോൺ ഹോഡ്സ്കിൻസ് ലിംഫോമ, ഇൻവേസീവ് സെർവിക്കൽ ക്യാൻസർ, കാപ്പോസി സാർക്കോമ, അങ്ങനെ പല
ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷനുകളും മലിഗൻസീസൊക്കെ ഈ ഒരു സമയത്തുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ പറഞ്ഞ പോലത്തെ ഇൻഫെക്ഷൻസിനെയൊക്കെ നമുക്ക് ചേർത്ത് എയ്ഡ്സ് ഡിഫൈനിങ് ഇൽനെസ് എന്ന് വിളിക്കാം. അപ്പോൾ ആ വക ഇൻഫെക്ഷനുകളും നമുക്കുണ്ട്. നമ്മുടെ CD4 പോസിറ്റീവ് T സെൽസ് <200/μl ആണെങ്കിൽ നമുക്ക് എയ്ഡ്സ് ആണെന്ന് പറയാം. സോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ക്ലാസ്സുകളിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മറ്റെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ലാബ് ഡയഗ്നോസിസ് ഓഫ് HIV ഇൻഫെക്ഷൻ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.